എന്താണ് ഈ ഗാലക്സിയുടെ പ്രത്യേകത? ഗാലക്സി എന്ന് പറഞ്ഞാൽ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും കൂടി ചേരുന്നതാ. അതാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ ശാപവും കോൺഗ്രസിന്റെ ഒരുപക്ഷെ ഭാഗ്യവും എന്നവർ കരുതുന്നത്. കുറെ ഗ്രഹങ്ങളുണ്ടാവും, ആ ഗ്രഹങ്ങൾക്ക് ചുറ്റും കുറെ ഉപഗ്രഹങ്ങൾ. നമ്മൾ സാധാരണക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ പെട്ടിയെടുപ്പുകാർ എന്ന് പറയും. ഉപഗ്രഹങ്ങൾ, ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും. ഈ കോൺഗ്രസിന്റെ ശാപം അതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ കുറച്ചുപേർ ഗ്രഹങ്ങളാവുകയും ആ ഗ്രഹങ്ങൾക്ക് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. നമ്മൾ ചില നേതാക്കളെയൊക്കെ എത്ര കോമഡി ആവുന്നുണ്ടെന്നറിയോ? സാധാരണക്കാരായിട്ടുള്ള ഈ പ്രവർത്തകരുടെ മുന്നിൽ ഈ നേതാക്കൾ അവർ തുറന്നു കാട്ടപ്പെടുകയാണ്. 33 ലക്ഷത്തിലധികം അംഗങ്ങളുണ്ട്. ഏറ്റവും ഒടുവിൽ കണക്കെടുത്തപ്പോഴെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ കോൺഗ്രസിന്. അതിൽ വിവിധ സംഘടനകളിലായി രജിസ്റ്റേർഡ് ആയിട്ടുള്ള അംഗങ്ങളുണ്ട്. ഈ 33 ലക്ഷത്തോളം വരുന്ന കോൺഗ്രസിൻ്റെ പ്രവർത്തകർ, അംഗങ്ങളാണെങ്കിലും പ്രവർത്തകരാണെങ്കിലും അവരിന്ന് യഥാർത്ഥത്തിൽ തെരുവിൽ നഗ്നരാക്കപ്പെട്ട് നിൽക്കുക. ഈ 55 ഇടങ്ങളിലല്ലാതെ മറ്റൊരിടത്തെയും സ്ഥാനാർത്ഥിയെക്കുറിച്ച് അവർക്കൊരു വിവരമില്ല. അവരുടെ മുന്നിൽ കൂടി LDFിൻ്റെ സ്ഥാനാർത്ഥികൾ അങ്ങോട്ട് പോകുന്നു, 1ാം റൗണ്ട് പര്യടനം, 2ാമത്തെ റോഡ് ഷോ, 3ാമത്തെ റോഡ് ഷോ. ചില മണ്ഡലങ്ങളിൽ ഇവരിങ്ങനെ വേലിക്കെട്ടിനുള്ളിൽ നിൽക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ. 72 മണിക്കൂറായി LDFിൻ്റെ സ്ഥാനാർത്ഥികൾ കളം നിറഞ്ഞു കഴിഞ്ഞൊരു രാഷ്ട്രീയ ഭൂമികയിലാണ്. പ്രിയപ്പെട്ട നേതാക്കളെ, നിങ്ങൾ ഈ 33 ലക്ഷത്തിലധികം വരുന്ന കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരെ നിങ്ങൾ നിരാശയുടെ പടുകുഴിയിലേക്ക് വിട്ടുകൊണ്ടിരിക്കുന്നത്. ദയവ് ചെയ്ത് നിങ്ങൾ ഈ ഗ്രഹം ഉപഗ്രഹം കളി അവസാനിപ്പിച്ചില്ലെങ്കിൽ ഈ കോൺഗ്രസ് നേരിടാൻ പോകുന്നത് അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തുടർച്ചയായ പരാജയമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ തന്നെ പുറത്തു വരുന്ന സർവേകൾ ആവറേജ് എടുത്ത് നോക്കിയാൽ 75-76 സീറ്റുകൾ വരെ LDFിന് ക്ലീൻ ആയിട്ട് കിട്ടും. ഇപ്പോൾ പ്രഖ്യാപിച്ച 55 പേരുടെ സ്ഥാനാർത്ഥി പട്ടിക അടക്കം 60-64 സീറ്റുകളിലേക്ക് ഒരുപക്ഷെ UDF ഒതുങ്ങാനുള്ള സാധ്യതയുണ്ട്. 1-2 സീറ്റുകൾ വേണ്ടി വന്നാൽ ഈ കളിയാണ് കളിക്കുന്നതെങ്കിൽ അത് NDAക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഉദാഹരണം തിരുവനന്തപുരം സെൻട്രൽ അടക്കം. അവിടെ കുമ്മനം രാജശേഖരനാണ് മത്സരിക്കാൻ വരുന്നതെങ്കിൽ മത്സരം കടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇതാണ് നിലവിലുള്ള സാഹചര്യം. ഇതാണ് ഈ സാഹചര്യത്തിലാണ് 75 മണിക്കൂർ പിന്നിട്ടു. ഇപ്പോൾ നോക്കുമ്പോൾ 76 മണിക്കൂറായി. 9 മണിക്ക് ഒരുപക്ഷെ അരമണിക്കൂറിനുള്ളിൽ 2ാമത്തെ പട്ടിക പുറത്തു വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പക്ഷേ അപ്പോഴും കണ്ണൂർ ആ പട്ടികയിൽ ഉണ്ടാകുമോ, കോന്നി ആ പട്ടികയിൽ ഉണ്ടാകുമോ എന്നുള്ള സംശയത്തിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാനിതിനെ കാണുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ചില നേതാക്കളിലും വല്ലാതെ ബാധിച്ചിരിക്കുന്ന ഒരു അധികാരത്തിൻ്റെ ഭ്രമമുണ്ട്. നമ്മളതിനെ സാധാരണ രാഷ്ട്രീയ വിദ്യാർത്ഥികൾ പറയുന്നത് പാർലമെന്ററി വ്യാമോഹം എന്നാണ്. അധികാരത്തിന് വേണ്ടിയിട്ടുള്ള അമിതമായിട്ടുള്ളൊരാസക്തി. ഒബാമ പണ്ട് പറഞ്ഞൊരു വാചകമുണ്ട്, നമ്മുടെ ലോകത്തിലെ മുഴുവൻ പ്രശ്നങ്ങളുടെയും 80% കാരണമെന്ന് പറയുന്നത് കാരണമെന്ന് പറയുന്നത് മരണത്തിനെ ഭയപ്പെട്ടു തുടങ്ങിയ, തങ്ങൾ അപ്രസക്തരാകുമോ എന്ന് ഭയക്കുന്ന വൃദ്ധന്മാരാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രായം ചെന്ന മനുഷ്യർ, എല്ലാ പ്രായം ചെന്ന മനുഷ്യരല്ല, ഈ മരണത്തെ ഭയക്കുന്ന, തങ്ങൾ പോകുന്തോറും അപ്രസക്തരാകുമെന്ന് സ്വയം കരുതുന്ന മനുഷ്യരാണ് ലോകത്തെ 80% ലോകത്തെ പ്രശ്നങ്ങളുടെ കാരണമെന്ന് പറഞ്ഞത് ഒബാമയാണ്. ഞാൻ കോട്ട് ചെയ്തതല്ല. പക്ഷേ നിങ്ങൾ നോക്കൂ, ജി സുധാകരൻ എന്താ ഇതിനകത്ത് പ്രധാനപ്പെട്ട എതിർപ്പ്? ഒറ്റ എതിർപ്പല്ലേ ഉള്ളൂ. ജി സുധാകരനെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചില്ല. സലാമിനോടും ജില്ലാ നേതൃത്വത്തോടുമുള്ള എതിർപ്പ് അദ്ദേഹത്തെ ഒരു പാർട്ടിയിൽ നിന്ന് പുറത്തു വരാൻ. ഏത് പാർട്ടിയിൽ? 6 പതിറ്റാണ്ട് 7 തവണ നിയമസഭയിൽ മത്സരിപ്പിച്ച് പാർട്ടി എല്ലാ പദവികളും കൊടുത്തൊരു മനുഷ്യൻ പാർട്ടിയിൽ നിന്ന് പുറത്തു വരികയാണ്. അപ്പുറത്ത് TK ഗോവിന്ദൻ സ്വന്തം ഭാര്യക്കടക്കം 2 തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രധാനപ്പെട്ട പദവികൾ അത് അവരുടെ നേതൃത്വത്തിലാണ് വന്നതെന്ന് പറയും. എന്നിട്ട് മറ്റൊരു നേതാവിൻ്റെ ഭാര്യയെ പരിഹസിച്ചുകൊണ്ട് പുറത്തു വരികയാണ്. ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, 74 വയസ്സ് കഴിഞ്ഞാൽ 75ാമത്തെ വയസ്സാകുമ്പോൾ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ ഇനി തുടരാൻ കഴിയില്ല. ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഏരിയ മെമ്പറായിട്ട് മാറേണ്ടി വരും. ഈ ഒറ്റ കാര്യമാണ് TK ഗോവിന്ദനെ കൊണ്ടുവന്നത്. നിങ്ങൾ കോൺഗ്രസിലേക്ക് വരൂ, ഇതേ കാര്യം തന്നെയല്ലേ അവിടെയും സംഭവിക്കുന്നത്? എന്താ കെ സുധാകരൻ്റെ ടെൻഷൻ? ഇതാണ് ലാസ്റ്റ് ബസ്. ഇതിൽ കയറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ആ അധികാരത്തിൻ്റെ തലസ്ഥാനത്തേക്ക് പോകാൻ കഴിയില്ല. ഒരു പക്ഷേ അധികാരം എന്തെങ്കിലും കാരണവശാൽ UDFന് കിട്ടിയാൽ നിങ്ങൾക്ക് മന്ത്രിയാകാനുള്ള അവസാനത്തെ അവസരമാണ് ലഭിക്കുന്നത്. ഈ അധികാരത്തിനൊരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയാമോ? അധികാരം ഒരു കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെയാണ്. ആ വെള്ളത്തിൽ നിങ്ങൾ ഒരിക്കൽ എടുത്തു ചാടിയാൽ വളരെ പെട്ടെന്ന് മത്സ്യമായിട്ട് രൂപപരിണാമം സംഭവിക്കും. പിന്നീട് ഒരിക്കലും നിങ്ങൾക്ക് ആ മത്സ്യത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് മനുഷ്യരാവാൻ കഴിയില്ല. എന്ന് പറഞ്ഞാൽ ആ വെള്ളത്തിൽ നിന്ന് കരയ്ക്ക് കയറാൻ കഴിയില്ല. ആ അധികാരത്തിൽ തന്നെ തുടരേണ്ടി വരും. അതാണ് അടൂർ പ്രകാശിൻ്റെ പ്രശ്നം. അതാണ് കെ സുധാകരൻ്റെ പ്രശ്നം. അത് തന്നെയാണ് ജി സുധാകരൻ്റെയും പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഒബാമയുടെ വാക്കുകൾ പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഇത് തന്നെയാണ് കേരളത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അമിതമായ അധികാരത്തിനോടുള്ള ആസക്തി മൂത്ത പാർലമെന്ററി വ്യാമോഹമുള്ള ഒരു കൂട്ടം മനുഷ്യർ കേരളത്തിലെ പാർട്ടികളെ ദയാവധത്തിന് വിട്ടുകൊടുക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആഘാതം നേരിട്ടുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് ആണ്. ശരിയാണ്, ജി സുധാകരൻ പോയതിൽ CPMന് നഷ്ടമുണ്ട്. TK ഗോവിന്ദൻ ആ നിലപാടെടുത്തതിൽ
പാർട്ടിക്ക് നഷ്ടമുണ്ട്. ഒരു സംശയമില്ല, CPM എന്ന് പറയുന്ന പാർട്ടി അപ്രതീക്ഷിതമായി സംഭവിച്ചതാണ്. വി കുഞ്ഞികൃഷ്ണന്റെ കാര്യം പോട്ടെ, അതൊരു പ്രാദേശിക വിഷയമാണെന്ന് പറയാം. പക്ഷേ അതിനേക്കാളേറെ വലിയ ആഘാതമുണ്ടാക്കിയിരിക്കുന്നത് എവിടെയാണ്? കോൺഗ്രസിലാണ് ഇപ്പോൾ ആഘാതമുണ്ടാക്കിയിരിക്കുന്നത്. അനിശ്ചിതാവസ്ഥയിലാണ്. ഞാൻ ഈ പറഞ്ഞത് ഒരു സാധാരണ പ്രവർത്തകന്റെ വികാരം കൂടിയാണ്. കാരണം അവന് നിരാശയുണ്ടെന്നേ. ഇപ്പോൾ പത്തനംതിട്ടയിൽ ഒരൊറ്റയിടത്തും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. 72 മണിക്കൂറായിട്ടേ അവിടുത്തെ പ്രവർത്തകർ എന്ത് ചെയ്യണം? നിങ്ങളൊന്ന് പറയൂ. ആറന്മുള മണ്ഡലത്തിലൂടെ വീണ ജോർജ് 2 തവണ റോഡ് ഷോ നടത്തി കഴിഞ്ഞു. 2 തവണ റോഡ് ഷോ നടത്തി കഴിഞ്ഞു. റാന്നിയിൽ പ്രമോദ് നാരായണൻ റോഡ് ഷോ നടത്തി കഴിഞ്ഞു. അവിടെയുള്ള കോൺഗ്രസ് പ്രവർത്തകർ ഇങ്ങനെ നിൽക്കുക. റോഡ് ഷോ കണ്ടിട്ട് വേലിക്കുള്ളിൽ മതിൽക്കെട്ടിനുള്ളിൽ നിൽക്കുന്ന അവസ്ഥയിലേക്ക് പ്രവർത്തകരെ ആക്കിയതിന് ഉത്തരവാദിത്വം ഈ സ്ഥാനാർത്ഥി മോഹികളായ അധികാരത്തോട് ആസക്തിയുള്ള കോൺഗ്രസ് നേതാക്കൾക്കാണ്. ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് അവർക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ഇതിനെല്ലാം ഇടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഈ നേതാക്കൾ അസംതൃപ്തരായിട്ടുള്ള ആളുകൾ എങ്ങോട്ടാ ചേക്കേറാൻ പോകുന്നത്? അവർ കൂടുതലും CPM-ലേക്കാണെന്ന് കരുതിയാൽ തെറ്റി. ചില ആളുകൾ CPM-ലേക്കൊക്കെ വരും. പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ ഭയക്കുന്നത് നേരത്തെ PR സുനിൽ പറഞ്ഞ ആസാം ഫാക്ടറാണ്, ഹരിയാന ഫാക്ടറാണ്, ഒപ്പം തന്നെ ബീഹാർ ഫാക്ടറാണ്. ഈ അസംതൃപ്തരായിട്ടുള്ള ആളുകൾ വളരെ വേഗം ചേക്കേറിക്കൊണ്ടിരിക്കുന്നത് NDA ക്യാമ്പിലേക്കാണ്. നിങ്ങൾ കേരളത്തിൽ നോക്കൂ. കേരളത്തിൽ ഒരു KPCC ജനറൽ സെക്രട്ടറി MJ ജോബ് അമ്പലപ്പുഴയിൽ സുധാകരനോടുള്ള വിയോജിപ്പ് മൂലം, സുധാകരനെ സ്ഥാനാർത്ഥിയാക്കിയുള്ള വിയോജിപ്പ് മൂലം നേരെ പോയി കയറുന്നത് അങ്ങോട്ടാ NDA ക്യാമ്പിലേക്കാണ് കയറുന്നത്. എന്തിനാണെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ആലപ്പുഴ മണ്ഡലത്തിൽ മത്സരിക്കുകയാണ്. ആലപ്പുഴ മത്സരിക്കാൻ വേണ്ടി MJ ജോബ് പോകുന്നു. 1/2 ഡസൻ നേതാക്കൾ വിമതരായിട്ട് മത്സരിക്കാൻ സാധ്യതയുള്ള 1/2 ഡസൻ നേതാക്കൾ NDA ക്യാമ്പുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം. സ്ഥാനാർത്ഥി പട്ടിക ഒന്ന് പുറത്തു വരട്ടെ. ഇതിൽ 2 or 3 നേതാക്കൾ ഒരു പക്ഷേ NDAയിലേക്ക് പോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അതാണ് നമ്മുടെ മുന്നിൽ ആസാം തെളിയിക്കുന്നത്. ആസാമിൽ നേരത്തെ പറഞ്ഞ 2 പ്രധാനപ്പെട്ട നേതാക്കൾ, അതിലൊരു നേതാവിൻ്റെ പേര് ഭൂപേൻ കുമാർ ബോറ എന്നാണ്. അദ്ദേഹം അവിടുത്തെ നേരത്തെ പറഞ്ഞതുപോലെ സുധാകരൻ എങ്ങനെയായിരുന്നോ KPCC അധ്യക്ഷനായിരുന്നത്, അതുപോലെ ആസാമിൻ്റെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു ഭൂപേൻ കുമാർ ബോറ. ഇപ്പൊ എവിടെയാ? BJP-യിലാ. ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കെതിരെ കുറ്റപത്രം തയ്യാറാക്കി വായിച്ച മറ്റൊരു MP, 2 വട്ടം MP ആയ, 3 പതിറ്റാണ്ടിലേറെ കോൺഗ്രസിന്റെ മുഖമായിരുന്ന തരുൺ ഗൊഗോയ് മന്ത്രിസഭയിലെ തുടർച്ചയായിട്ടുള്ള മന്ത്രിസഭകളിൽ പ്രതിനിധീകരിച്ച പ്രദ്യുത് ബോർദോലെ എന്ന് പറയുന്ന നിലവിലത്തെ കോൺഗ്രസ് MP ദാ പോയി ചെന്ന് BJP ചേർന്നിരിക്കുന്നു. ഇന്നലെ വരെ ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കെതിരെ കുറ്റപത്രം തയ്യാറാക്കിയ മനുഷ്യൻ ഇന്ന് ഹിമന്ത ബിശ്വ ശർമ്മയുടെ കയ്യിൽ നിന്ന് മാല വാങ്ങി സ്വീകരിച്ച പാർട്ടിയിലേക്ക് പോയി ചേർന്നിരിക്കുക. ഒരു ഉളുപ്പുമില്ലാതെ. ഇതാണ് ഹിമന്ത ബിശ്വ ശർമ്മ പോയതിന് പിന്നിൽ കേസെങ്കിലും ഉണ്ടെന്ന് പറയാം. ഇത് കേസല്ല പ്രശ്നം. മാനിഫെസ്റ്റോ കമ്മിറ്റി മാത്രമല്ല, ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കെതിരെ ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കെതിരെ കുറ്റപത്രം വായിച്ച് 1 മാസം മുമ്പ് കുറ്റപത്രം വായിച്ചാൽ ഇന്ന് ഹിമന്ത ബിശ്വ ശർമ്മയിൽ നിന്ന് മാല വാങ്ങിയിടുന്നതിന് ഒരു ഉളുപ്പുമില്ലാത്ത കാലത്താണ് ഇത് സംഭവിക്കുന്നത്. ഇവിടെ കോൺഗ്രസ് നേതൃത്വം ഭയക്കുന്നൊരു പ്രശ്നമുണ്ട്. നിങ്ങൾ കരുതുന്നത് പോലെ ഈ സുധാകരന് സീറ്റ് കൊടുക്കാതിരുന്നാൽ അത്ര ചെറിയ പ്രശ്നമല്ല. സുധാകരൻ്റെ ഇഫക്റ്റ് 3 മണ്ഡലങ്ങളിൽ ഉണ്ടാവും മിനിമം. ഒന്ന് പേരാവൂർ ഉണ്ടാവും, ഒന്ന് കണ്ണൂർ ഉണ്ടാവും, ഒന്ന് അഴീക്കോട് ഉണ്ടാവും. ഈ 3 മണ്ഡലങ്ങളിലും സുധാകരൻ്റെ ഇഫക്റ്റ് ഉണ്ടാവും. മറ്റിടങ്ങളിലൊക്കെ ഒരുപക്ഷെ അതിൻ്റെ സ്വഭാവം ഒരുപക്ഷെ ചെറുതായിരിക്കാം. പക്ഷെ അതിനേക്കാളേറെ നേതൃത്വം വഹിക്കുന്നൊരു കാര്യമുണ്ട്. സുധാകരൻ സ്വതന്ത്രനായി മത്സരിക്കാൻ തയ്യാറെടുത്തു കഴിഞ്ഞു. ഇവിടുന്നൊക്കെ നോൺ ലയബിലിറ്റി സർട്ടിഫിക്കറ്റ് കേരള ഹൗസിൽ നിന്ന് വാങ്ങി, ഒപ്പം തന്നെ പാർലമെന്റിൽ നിന്ന് വാങ്ങി. അതൊരു പ്രൊസീജിയറാണെന്ന് പറയാം. പക്ഷേ നോക്കൂ, അത് വാർത്തയായി വന്നു. അത് വാർത്തയായി വരുമ്പോൾ അതിൽ സമ്മർദ്ദമാണ്. സ്വതന്ത്രനായി മത്സരിക്കുമ്പോൾ NDA പിന്തുണച്ചാൽ എന്ത് ചെയ്യും? സുധാകരൻ വേണ്ടെന്ന് പറയൂ. ശാഖയ്ക്ക് കാവൽ നിന്നു എന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ പറയാൻ മടിക്കാത്ത സുധാകരൻ, എനിക്ക് വേണമെന്ന് തോന്നിയാൽ ഞാൻ BJP-യിൽ പോകുമെന്ന് പറയാൻ മടിക്കാതിരിക്കുന്ന സുധാകരൻ സ്വതന്ത്രനായി കണ്ണൂരിൽ മത്സരിക്കുമ്പോൾ NDA പിന്തുണ പ്രഖ്യാപിച്ചാൽ വേണ്ടെന്ന് പറയുമെന്നുള്ളത് കോൺഗ്രസിന് ഉറപ്പില്ല. ഇതാണ് പ്രശ്നം. അങ്ങനെ വന്നാൽ ആരായി മാറി? ആസാമിലെ ഭൂപേൻ കുമാർ ബോറയായിട്ട് മാറും ഇവിടുത്തെ സുധാകരൻ. അത് കേരളത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എത്രയാ? ഇവിടുത്തെ മൈനോറിറ്റിക്കിടയിൽ ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസ് എത്രയായിരിക്കും? KPCC അധ്യക്ഷനാണ് BJP-യുടെ പിന്തുണ സ്വീകരിച്ചിരിക്കുന്നത്. അതൊഴിവാക്കാനാണ് ഇപ്പോൾ കേന്ദ്രത്തിൽ തിരക്കിട്ട ശ്രമം നടക്കുന്നത്. മുൻ KPCC അധ്യക്ഷൻ BJP-യുടെ പിന്തുണ സ്വീകരിച്ച് മത്സരിക്കുന്ന ഒരു അവസ്ഥ കണ്ണൂരിൽ ഉണ്ടാവാതിരിക്കാനാണ് നേതാക്കൾ ഈ പണിയെടുക്കുന്നത്. അത് കേവലം പേരാവൂരിലോ ഈ പറയുന്ന അഴീക്കോട്ടിലോ വോട്ട് കുറയുമെന്നുള്ളത് മാത്രം കൊണ്ടല്ല. കാര്യം ആ ഉറപ്പേ ഉള്ളൂ കേരളത്തിലെ പല കോൺഗ്രസ് നേതാക്കൾക്കും. ഇന്ന് ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടാൽ, സീറ്റ് കിട്ടിയില്ലെങ്കിൽ നാളെ BJP-യിലേക്ക് പോകാൻ തരം പാത്തിരിക്കുന്നവരുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഇവിടെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അടൂർ പ്രകാശ് എവിടെയാണ് മത്സരിച്ച് വിജയിച്ചത്? 684 വോട്ടോ മറ്റോ ആണ് ഭൂരിപക്ഷം. ആറ്റിങ്ങലിൽ 2ാം സ്ഥാനത്ത് ജോയ് വന്നു. പക്ഷേ അവിടെ അടൂർ പ്രകാശ് ഭരിച്ച 5 വർഷക്കാലം ഏകദേശം 6-7% വളർച്ച BJP ഉണ്ടാക്കിയിട്ടുണ്ട് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിർണായകമാണ്. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിൽ രാജിവെച്ച് ഇവിടെ മത്സരിക്കാൻ വന്ന് വിജയിച്ചാൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ BJP-ക്ക്
കിട്ടില്ലെന്ന് എന്താ ഉറപ്പ്? അങ്ങനെ വന്നാൽ രണ്ടാമത് ആറ്റിങ്ങൽ മണ്ഡലം BJP കൊടുത്തൊരു നേതാവായിട്ട് മാറും അടൂർ പ്രകാശ്. ഇതറിയാതെയല്ല അടൂർ പ്രകാശ് മത്സരിക്കാൻ പോകുന്നത്. അടൂർ പ്രകാശിന് എന്താ കിട്ടാത്തത്? അടൂർ പ്രകാശ് 96 മുതൽ കോന്നി മണ്ഡലത്തെ പ്രതിനിധീകരിക്കുകയല്ലേ? 5 തവണ ചുരുങ്ങിയ പക്ഷം കോന്നി മണ്ഡലത്തെ പ്രതിനിധീകരിച്ചില്ലേ? എത്ര തവണ മന്ത്രിയായിരുന്നു? ഏതൊക്കെ വകുപ്പ് കൈകാര്യം ചെയ്ത്? ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്തു, ഭക്ഷ്യവകുപ്പ് കൈകാര്യം ചെയ്തു, റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്തു. ഈ വകുപ്പുകളെല്ലാം കൈകാര്യം ചെയ്തിട്ടും അടൂർ പ്രകാശിന് മതിയായില്ലെങ്കിൽ, കെ സുധാകരന് മതിയായില്ലെങ്കിൽ, 12 തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടും മതിയായില്ലെങ്കിൽ എന്താണ് ഇതിന് പറയാൻ കഴിയുക? എന്ത് തീരുമാനമാണ് എടുക്കേണ്ടി വരിക? ഇതിനേക്കാൾ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഘടകം ഈ ഗാലക്സികളുടെ പ്രശ്നം. എറണാകുളം മണ്ഡലത്തിൽ ഇപ്പോൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. എൽദോസ് കുന്നപ്പള്ളിയെ മാറ്റിയാൽ ആര് വരുമെന്നുള്ളതാണ് പ്രശ്നം. എ ഗ്രൂപ്പിൽ നിന്നുള്ള ആൾ വരുമോ? ദീപക് ജോയിയെ തൃപ്പൂണിത്തറയിൽ നിർത്തണോ? ആരുടെ? ബാബുവിൻ്റെ ആവശ്യം അതല്ല, KC വേണുഗോപാൽ പക്ഷം നിർത്തണമോ? നമ്മുടെ കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെ അതിവേഗം മാറിക്കൊണ്ടിരിക്കുക. ഒരാഴ്ച പോലും ആയുസില്ലാത്ത ഗ്രൂപ്പ് ലോയൽറ്റിയാണ് ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കുള്ളത്. ഇന്നലെ വരെ രമേശ് ചെന്നിത്തലയോടുകൂടെ നടന്നയാൾ ഇന്നൊരു സുപ്രഭാതത്തിൽ KCയുടെ പക്ഷമാവുന്നു. ഇന്നലെ വരെ ഉമ്മൻചാണ്ടിയുടെ പക്ഷത്തുണ്ടായിരുന്നയാൾ ഇന്നൊരു സുപ്രഭാതത്തിൽ KC വേണുഗോപാലിന്റെ പക്ഷമാകുന്നു. ഇതാണ് കാണുന്ന കാഴ്ച. ഈ ഗ്രഹങ്ങൾക്കും ഉപഗ്രഹങ്ങൾക്കും സീറ്റ് ഉറപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടല്ലേ വൈപ്പിനിൽ, കൊച്ചിയിൽ, അതേപോലെ തൃപ്പൂണിത്തറയിൽ, പെരുമ്പാവൂരിൽ സ്ഥാനാർത്ഥികൾ നിശ്ചയിക്കാൻ പറ്റാതെ പോകുന്നത്? എൽദോസ് കുന്നപ്പള്ളിയെ മാറ്റണമെന്നുള്ളത് ചില നേതാക്കൾ പറയുന്നു. മാറ്റിയാൽ ആര് വരും? മനോജ് മൂത്തേടത്തെ കൊണ്ടുവരണമെന്ന് ബെന്നി ബെഹനാൻ പറയുന്നു. അതല്ല, മറ്റൊരു നേതാവിനെ കൊണ്ടുവരണമെന്ന് എ ഗ്രൂപ്പ് പറയുന്നു. ഇനി എൽദോസ് കുന്നപ്പള്ളിയെ നിർത്താൻ പറ്റുമോ എന്നുള്ളത്, ഷിയാസിനെ നിർത്താൻ പറ്റുമോ എന്നുള്ളത് VD സതീശൻ പറയുന്നു. ഇതിന്റെ ഫലമായിട്ട് ഒടുവിൽ ആര് ഔട്ടാവുന്നു? ദീപ്തി മേരി വർഗീസ് ഔട്ടാവുന്നു. കോർപ്പറേഷൻ മേയർ തെരഞ്ഞെടുപ്പിൽ അവർ തിരിച്ചടി നേരിട്ടു. ഇപ്പോൾ ഇതാ വീണ്ടും സ്ഥാനാർത്ഥി നിശ്ചയിക്കുന്ന സമയത്ത് ദീപ്തി മേരി വർഗീസ് പുറത്താവുന്ന സാഹചര്യം ഉണ്ടാവുന്നു. പോസ്റ്റർ വരെ അടിച്ചു വെച്ചിരിക്കുകയാണ് ദീപ്തി മേരി വർഗീസ് പുറത്താവുന്നു. DCC പ്രസിഡന്റിന്റെ കാര്യത്തിൽ തീരുമാനമായില്ല. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് കൊച്ചിയിൽ DCC പ്രസിഡന്റ് ഷിയാസ് വരാൻ പോകുന്നു എന്നുള്ളതാണ്. ലിജുവിനെ മത്സരിപ്പിക്കാൻ കായംകുളത്തേക്ക് ഓടിക്കുക. കായംകുളത്തേക്ക് പറഞ്ഞു വെച്ചിരിക്കുന്നത് ആരെയായിരുന്നു? അനിതാ ബാബുവിനെ. അനിതാ ബാബു എന്ന നേതാവിന് കിട്ടേണ്ടിയിരുന്നതാണ്. കഴിഞ്ഞ തവണ 5000 വോട്ടിന്റെ മാത്രം ഭൂരിപക്ഷത്തിലാണ് പ്രതിഭ ജയിക്കുന്നത്. അവിടെയും നഷ്ടപ്പെടുന്നു. അപ്പോൾ ചുരുക്കത്തിൽ ഇതാണ് ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും അടങ്ങിയ ഒരു വ്യവസ്ഥയായിട്ട് കോൺഗ്രസ് മാറുന്നു എന്നുള്ളതാണ് പ്രശ്നം. അത് വലിയ രീതിയിൽ ഇപ്പോൾ റിഫ്ലക്ട് ചെയ്യുന്നു, പ്രതിഫലിക്കുന്നു എന്നുള്ളതാണ്. ലാസ്റ്റ് പോയിന്റ് നോക്കൂ, ഇറക്കുമതി സ്ഥാനാർത്ഥികളെ വേണ്ട എന്നുള്ളതാണ് പലയിടത്തും വരുന്ന പോസ്റ്ററുകൾ. എത്രമാത്രം അപഹാസ്യകരമായ കാര്യമാണ്. അലോഷ്യ സേവർ എന്താ ഇറക്കുമതി സ്ഥാനാർത്ഥിയാണോ? അലോഷ്യ സേവർ KSUവിന്റെ പ്രസിഡന്റ് ആണ്. അദ്ദേഹം, നിങ്ങൾക്ക് വിയോജിപ്പുകളൊക്കെ ഉണ്ടാവാം, പക്ഷെ അദ്ദേഹത്തെ ഒരു മണ്ഡലത്തിലേക്ക് തീരുമാനിക്കുന്നതിനെ കുറിച്ചുള്ള ആലോചന നടക്കുമ്പോൾ പോസ്റ്റർ വരിക പൂഞ്ഞാറിൽ, ഇടുക്കിയിൽ വരികയാണ്. അവിടെ എന്താ പ്രശ്നം? അവിടെ DCC പ്രസിഡന്റ് റോയ് പൗലോസിനെ മത്സരിക്കണം. അവിടെ മറ്റൊരാൾ കൂടിയുണ്ട്. അലോഷ്യ സേവർ വന്നാൽ മത്സരിക്കാൻ പറ്റൂല. ഉടനെ അവിടെ ഇറക്കുമതി സ്ഥാനാർത്ഥി അലോഷ്യ സേവർ ഈ പഞ്ചായത്തിൽ വേണ്ട, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യുവൻസി വേണ്ട. എന്താ പൂഞ്ഞാറിൽ മത്സരിക്കാമെന്ന വാർത്ത വരുമ്പോൾ പൂഞ്ഞാറിൽ ഫ്ലെക്സ് വരുന്നു, അലോഷ്യ സേവർ ഇറക്കുമതി സ്ഥാനാർത്ഥി വേണ്ട. അഭിനെതിരെ ആറന്മുള വന്നിരുന്നു. നോക്കൂ, ചിറയൻകീഴ് രമ്യക്കെതിരെ വരികയും അവിടെ വലിയ രീതിയിലുള്ള പോസ്റ്റ് ഒട്ടിക്കലും കത്തിക്കലും, പ്രസിഡന്റിന്റെ കോലം കത്തിക്കലടക്കം നടന്നു. മറ്റൊരു മണ്ഡലമാണ് തൃക്കരിപ്പൂര്. ഈ 1960 ശേഷം ഇന്നേ വരെ കോൺഗ്രസ് ജയിക്കാത്തൊരു മണ്ഡലം, ആ മണ്ഡലമാണ് തൃക്കരിപ്പൂർ. ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ CPM ജയിക്കുന്ന CPMന്റെ ഉരുക്കുകോട്ടയിൽ സന്ദീപ് വാര്യരെ കൊണ്ട് നിർത്താൻ പോവുക. സന്ദീപ് വാര്യർ ഇങ്ങോട്ട് വരണ്ട. അവിടെയും പറയുന്നു ഇറക്കുമതി സ്ഥാനാർത്ഥി വേണ്ട. ലാസ്റ്റ് പോയിന്റ്, പേയ്മെന്റ് സീറ്റ്. കുട്ടനാട്ടിന്റെ കാര്യത്തിൽ റെജി ചെറിയാനെതിരെയുള്ള വലിയ ആരോപണം ശക്തമായിട്ട് നിൽക്കുക. അവിടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സജി ജോസഫ് പറയുന്നുണ്ട്, ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ ഈ പാർട്ടിയുടെ കൊടി മാത്രമേ പിടിച്ചിട്ടുള്ളൂ. ഈ 33 ലക്ഷം വരുന്ന പ്രവർത്തകരിൽ ഒരാളാണ് സജി ജോസഫ്. സജി ജോസഫിന് അവിടെ വലിയ സ്വാധീനമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇടത്തു അടക്കമുള്ള മേഖലകളിലൊക്കെ വലിയ സ്വാധീനമുള്ള നേതാവാണ് സജി ജോസഫ്. അന്ന് മുതൽ ഇന്ന് വരെ ഒരു നിമിഷവും പാർട്ടിക്കെതിരെ പ്രവർത്തിക്കാത്തൊരു നേതാവാണ് സജി ജോസഫ്. ഇന്ന് സജി ജോസഫ് കുട്ടനാട് മണ്ഡലത്തിൽ വിമത സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുക. കാര്യം എന്താ? കുട്ടനാട് വിജയസാധ്യതയുള്ള മണ്ഡലമാണ്. അവിടെ എന്ത് കമ്മിറ്റ്മെന്റാ കോൺഗ്രസിലെ റെജി ചെറിയാൻ എന്ന കേരള കോൺഗ്രസ് ജോസഫ് സ്ഥാനാർത്ഥിയോടുള്ളത്? എന്ത് കമ്മിറ്റ്മെന്റാ ഉള്ളത്? റെജി ചെറിയാന് എന്ത് ബന്ധമാണ് അവിടെ ഉള്ളത്? വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ? ഇതൊക്കെ അവിടെ നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുന്നു, ഇത് കൈവിട്ട കളി എന്ന് മാത്രമല്ല, ഇത് അപകടകരമായൊരു കളിയാണ് കോൺഗ്രസ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ ഒരു കോൺഗ്രസിന്റെ, ഒരു സാധാരണക്കാരന്റെ, പ്രവർത്തകന്റെ വികാരം മനസ്സിലാക്കി തന്നെ പറയുന്നു. നേതാക്കൾ ഈ കളി നിർത്തിയില്ലെങ്കിൽ അണികൾ ഒടുവിൽ തെരുവിലിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. കൈവിട്ട കളിയാണ്. അവർ വല്ലാത്ത നിരാശപ്പെട്ടിരിക്കുന്ന മനുഷ്യരാണ്. ഇനിയും അവരെ കൂടുതൽ നിരാശപ്പെടുത്തരുതെന്ന് മാത്രമേ ബഹുമാനപ്പെട്ട നേതാക്കളോട് പറയാം.